അപ്പോഴേ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കേട്ടോ. എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി അമ്പലത്തിലേക്ക് ഘോഷയാത്രയൊക്കെ കാണാൻ വേണ്ടി പോയി എന്നൊക്കെ വിചാരിക്കണം കേട്ടോ. നമുക്കിവിടെ പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം കയ്യിലും കാലിലൊക്കെ ഫ്രാക്ചറാണ്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ വണ്ടി വിളിച്ചിട്ട് പോകണം. അപ്പം അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുന്നൊരു കാര്യമല്ലാത്തതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമ്മൾ കുടിയൊക്കെ കഴിഞ്ഞു ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് നമ്മൾ രാവിലത്തെ എന്ന് പറയുന്നത് വൈകുന്നേരത്തെ പണിയിലേക്ക് കിടക്കുകയാണ്. വേഗം ചോറും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പം ഇന്ന് ഞാൻ വെറുതെ കുറച്ച് സോയാബീൻ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ജീരകശാലയുടെ നമ്മുടെ ബിരിയാണി റൈസും ഇരിപ്പുണ്ടായിരുന്നു. ഇതിന് ബിരിയാണി എന്നൊക്കെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇതെൻ്റെ ബിരിയാണി കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച് ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു കറിക്കായിട്ട് സോയാബീൻ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡി ആയതിന് ശേഷം ഇതിനകത്തോട്ട് വേണ്ടിയിട്ട് നമ്മൾ മസാലയായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി അങ്ങനെ സകലമാന പൊടികളും ഇട്ടിട്ടുണ്ട്. ഇതിന് എന്താണെന്ന് പറയുക എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം അതിനകത്തോട്ട് വേണ്ട സാലഡിനാണ് ഇപ്പം മുറിച്ചിട്ടുള്ളത് കേട്ടോ. തക്കാളി, ഉള്ളി, ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നമ്മളൊരു എനിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ തൈര് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തൈരാട്ടോ. ഞാൻ പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന തൈരാട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് വയ്ക്കും. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആട്ടോ അതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ തൈര് കുടിക്കാനും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെക്കുന്നതാണിത്. ഒട്ടും തീരാതെ വെക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ നമ്മുടെ പാൽപ്പൊടി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കാച്ചി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തൈര് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് മസാല ഉണ്ടാക്കുകയാണ്. സോയാബീനൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് വരട്ടെ, ഡ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ ചോറ് ഞാൻ ഉണ്ടാക്കിയുള്ളത്. ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ എല്ലായിടത്തും എനിക്ക് നോണൊന്നും ഐറ്റംസ് ഉണ്ടാക്കാനും വെട്ടാനും ഒന്നും അറിയില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കാൻ എന്നോട് മാഷ് പറയാറുണ്ട്. പക്ഷേ അതിന് അത്യാവശ്യം കോൺസെൻട്രേഷൻ വേണം. അല്ലെങ്കിൽ മോഹൻലാൽ യോഗ പ്രാക്ടീസ് ചെയ്ത പോലെ ഇരിക്കും. അവരവിടെ ഇരുന്ന് ചിക്കൻ കറി ഉണ്ടാക്കും, ഇപ്പുറത്ത് യോഗയും അതിനകത്തുള്ളത് ഇതിനകത്തുള്ളത് അതിനകത്തും വരും. അപ്പം നമ്മളിത് കണ്ടില്ലേ, പാൽപ്പൊടി എടുത്തിട്ട് എൻ്റെ ആവശ്യത്തിനുള്ള പാൽപ്പൊടി എടുത്തിട്ട് ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അത് കാച്ചി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ആ തൈരിൽ ഉറയൊഴിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും ആ മസാലയും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ മസാല ആ ചോറിനകത്തോട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചോറുണ്ടോ? അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ.